ഇപ്പൊ ദുഃഖം സഹിച്ച് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇല്ലേ നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് കൂടുതൽ ഞാനിവിടെ പറയുന്നത്. അപ്പൊ എല്ലാവരിലും അത് ഉണ്ടായെന്ന് വരില്ല, ചില ആൾക്കാരെല്ലാം ഉണ്ടാവും. 27 നക്ഷത്രങ്ങളെ പരിശോധിച്ചാൽ ഇതിൽ ചില അളവുകൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇവർക്കൊക്കെ ദുഃഖങ്ങളില്ലാത്തവരല്ല, 27 നക്ഷത്രക്കാർക്കും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാൽ ദുഃഖം മാത്രം ഏറ്റുവാങ്ങുന്ന ചില ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. അവര് പലപ്പോഴും സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ സംബന്ധിച്ച് അങ്ങനെ അത്ര കൂടുതലായിട്ട് ഒരു പ്രതികരണം നടത്താത്തവരായിരിക്കും. നടത്തുന്നവരുണ്ടാകാം, എന്നാലും ഭൂരിപക്ഷം സ്ത്രീകളൊക്കെ ഉള്ളിലൊതുക്കി അവരുടെ കുടുംബ ഭദ്രതയെ ഓർത്ത്, ആ കുടുംബ സമാധാനത്തെ ഓർത്ത് എല്ലാവരും അത് അവരിൽ ഒതുക്കി ജീവിക്കുന്നവരാണ്. ദുഃഖങ്ങൾ അവരിൽ ഒതുക്കി ജീവിക്കും. അവർ ദുഃഖം പുറത്ത് പറയില്ല. അപ്പൊ എന്നും ദുഃഖങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരായിരിക്കും ചില നക്ഷത്രക്കാർ. അവരെ സംബന്ധിച്ചാണ് ഞാൻ കൂടുതൽ പറയുന്നത്. എന്നും ദുരിതങ്ങൾ മാത്രം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റുവാങ്ങുന്ന സ്ത്രീകളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. പ്രത്യേകിച്ച് ഒരുവിധമുള്ള സ്ത്രീകളൊക്കെ എല്ലാവരും ഇതുപോലെ ദുഃഖങ്ങൾ ഏൽക്കുന്നവരാണ്. ഭർത്താവിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കാൻ കൊതിക്കുന്നവർ, സന്താനങ്ങളിൽ നിന്ന് ഒരു സുഖവും അനുഭവിക്കാത്തവർ, വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ, എന്നും കുറ്റങ്ങളും കുറവുകളും കേട്ടും മടുത്തവർ, അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാട്ടിനെക്കാട്ടും സ്ത്രീകളാകുമ്പോൾ കൂടുതൽ വീട്ടിൽ ഒതുങ്ങി ജീവിക്കുന്നവരാണ്. പുരുഷന്മാർ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് പല പല കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെ അവരുടെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം അവർ ചിലപ്പോൾ അതൊക്കെ തൽക്കാലത്തൊക്കെ അങ്ങനെ മാറിപ്പോകും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർ വീട്ടിൽ ദുഃഖങ്ങൾ സഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോകണം. അവർക്ക് വേറെ ഒരു ഇതില്ല, ഒരു സന്തോഷപരമായ കാര്യങ്ങൾ കിട്ടാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടാനും അവസരമില്ലാത്തവരായിരിക്കും കൂടുതലും. ഇങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളധികവും 40 വയസ്സ് കഴിഞ്ഞവരായിരിക്കും. ഇങ്ങനെയുള്ള സ്ത്രീകൾ ഭൂരിപക്ഷവും 40 വയസ്സ് കഴിഞ്ഞവരായിരിക്കും. കുടുംബത്തിൻ്റെ നാഥയാണെങ്കിലും അനാഥയെപ്പോലെയായിരിക്കും ജീവിതം ജീവിക്കുന്നവർ. അവർ ജീവിതം തള്ളി നീക്കുന്നത് കുടുംബത്തിലെ നാഥയാണ്, പക്ഷെ എന്നാലും അനാഥയെ പോലെ ആയിരിക്കും. അവർ ഒറ്റപ്പെട്ടൊരു ജീവിതമായിരിക്കും ഈ നക്ഷത്രക്കാർ അവർക്കുണ്ടാവുന്നത്. അതിപ്പോൾ ഏത് നക്ഷത്രക്കാരാണ് കൂടുതൽ അതിൽ വരുന്നത്? രോഹിണി, പൂയം, അവിട്ടം, ഉത്രാടം, ചിത്തിര, തൃക്കേട്ട. രോഹിണി, പൂയം, അവിട്ടം, ഉത്രാടം, ചിത്തിര, തൃക്കേട്ട, ഈ നക്ഷത്രങ്ങൾ. ഇപ്പോൾ 1, 2, 3, 4, 5, 6 നക്ഷത്രങ്ങൾ. ഇവര് എന്നും ദുഃഖം പേറുന്നവരായിരിക്കും ഭൂരിപക്ഷം പേര്. ചിലവർക്ക് അവരുടെ നല്ല സമയം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നല്ല ഒരു ദശകാലം കൊണ്ട് അവർക്ക് ചിലപ്പോൾ നല്ല അനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ ഇവരിൽ ഭൂരിപക്ഷം പേർക്കും, ഈ രോഹിണി നക്ഷത്രക്കാരിലെ ഭൂരിപക്ഷം പേർക്കും, പൂയം നക്ഷത്രക്കാരിലെ ഭൂരിപക്ഷം പേർക്കും, അവിട്ട നക്ഷത്രത്തിലെ ഭൂരിപക്ഷം പേർക്കും, ഉത്രാട നക്ഷത്രത്തിലെ ഭൂരിപക്ഷം പേർക്കും, ചിത്ര നക്ഷത്രത്തിലെ, തൃക്കേട്ട നക്ഷത്രത്തിലെ ഭൂരിപക്ഷം പേർക്കൊക്കെ ഈ ദുഃഖം പേറേണ്ടി വന്നിട്ടുണ്ടാവും ഇതുവരെ. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ പലരും ദുരിതം സഹിക്കുന്നവരാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ധരിക്കരുത്. ഒരുവന്റെ ഈ ജന്മം കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി പത്രവും. അതായത് നമ്മ മുൻ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പുണ്യപാപ കർമ്മങ്ങളുടെ ഫലം നമ്മ ഈ ജന്മത്തെ അനുഭവിക്കണം. ഈ രോഹിണി നക്ഷത്രത്തിൽ പിറന്നു പോയതിൻ്റെ പേരിൽ നമ്മളത് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അനുഭവിക്കേണ്ടി വരും. രോഹിണി നല്ല നക്ഷത്രം സംബന്ധിച്ച് രോഹിണി നല്ല നക്ഷത്രം തന്നെയാണ്, ഒരു കുഴപ്പമില്ല. നല്ല ശുഭകാര്യങ്ങൾക്കൊക്കെ എടുക്കാവുന്നൊരു നക്ഷത്രമാണ് രോഹിണി, ഇല്ലേ? അതുപോലെ ഉത്രാടമാണെങ്കിലും ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ, ചിത്തിരയാണെങ്കിലും ഒരുവിധം നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന നക്ഷത്രങ്ങളാണ് ഇതെല്ലാം. അവിട്ടമാണെങ്കിലും ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? ആ നക്ഷത്രത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ എങ്ങനെ ആയിപ്പോയി? അതാണ് ഞാൻ പറഞ്ഞത്, മുൻജന്മ കർമ്മഫലം. അത് നമുക്ക് ഈ ജന്മത്തിൽ അനുഭവിച്ച് തന്നെ തീരണം.
ഈശ്വരനെ നല്ല പോലെ പ്രാർത്ഥിക്കുക. ഇവർ ജീവിതത്തിൽ ദിവസവും ലളിത സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. ജീവിത ദുരിതങ്ങൾ മാറിക്കിട്ടാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിലെങ്കിലും ദേവീ സ്തുതികൾ ചൊല്ലുകയും ലളിത സഹസ്രനാമമോ അതുപോലെ തന്നെ ദേവി മഹാത്മ്യമോ ചൊല്ലിയാൽ വളരെ നല്ലതായിരിക്കും. ഇവരുടെ ജീവിത പ്രയാസങ്ങൾ മാറാനും ദുഃഖങ്ങൾ അകറ്റാനും ദേവിക്ക് സാധിക്കും.